ഹലോ എവരി വൺ. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ഏറ്റവും അവസാനം നമ്മൾ ഹ്യൂമൻ ഫിസിയോളജിയിൽ പഠിക്കുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറിച്ചുള്ള കെമിക്കൽ കോർഡിനേഷൻ കൺട്രോൾ എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ഈ ചാപ്റ്റർ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മാർക്കിന് ഹ്യൂമൻ ഫിസിയോളജിയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വരുന്ന വളരെ വെയിറ്റേജ് കൂടിയൊരു ചാപ്റ്റർ ആണ് അല്ലേ. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും അവസാനത്തെ ഒരു 2 ടോപ്പിക്സ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിനേഷനിൽ 1 മാർക്ക് 2 മാർക്കിനൊക്കെ വളരെ അധികം ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു ടോപ്പിക്കാണ്. മിക്ക കുട്ടികളും ഈ അവസാനത്തെ ടോപ്പിക് ആയതുകൊണ്ട് വളരെ വേഗമായിട്ട് നോക്കിയിട്ട് പോവുകയും അവസാനം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ കണ്ണുതള്ളിയിരിക്കുകയും ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ സെക്ഷനാണ് നമ്മുടെ നോൺ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈപ്പോ തലാമസിൽ നിന്ന് തുടങ്ങി ഗൊണാഡ്സ് വരെയുള്ള എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലാതെ എന്നാൽ എൻഡോക്രൈൻ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കഴിവുള്ള എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലാത്ത കുറച്ച് പേരുണ്ട്. നമ്മുടെ ഹൃദയം, അതുപോലെ നമ്മുടെ കിഡ്നി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേര്. സോ ഇത്തരക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും അവരുടെ ആക്ഷൻസും എന്താണെന്ന് അറിയില്ല, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സോ ആ ടോപ്പിക്ക് നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് ഹോർമോൺസും എന്തൊക്കെയാണ് അതിന്റെ ആക്ഷൻസ് എന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. സോ ഫസ്റ്റ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ഹൃദയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ, അഥവാ നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വിളിക്കാം ANF. സോ ANF അഥവാ ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ യൂററ്റിക് ഫാക്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് യൂറിനുമായി എന്തോ ബന്ധപ്പെട്ടതാണ്. അത് തന്നെ നമ്മളുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എങ്ങാനും കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 125 ml/min ആണ് അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. സോ അതെങ്ങാനും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ 125 കൂടുതൽ GFR റേറ്റ്, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, GFR റേറ്റ് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ കൂടിയാൽ BP എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹൃദയത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ അയോട്ടയുടെ ഭാഗത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് ANF. അപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഹൃദയത്തിൽ നിന്ന്, ഹാർട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ANF എന്ന് പറയുന്നത്. ഇതിന്റെ ആക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യും. അത് നമ്മൾ സിംപ്ലി ഇങ്ങനെ വിളിക്കും, വാസോ ഡയലേഷൻ എന്ന് വിളിക്കും. അപ്പോൾ വാസോ ഡയലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡ് പ്രഷർ കുറയും. അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്നുകൂടി പറയാം, നമുക്ക് നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ വണ്ണം കൂട്ടിയിട്ട് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ അയോട്ടയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ANF എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ വാസോ ഡയലേറ്റർ. ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു റെഡ്യൂസസ് ബ്ലഡ് പ്രഷർ. മറക്കരുത്, ANF എന്ന് പറയുന്ന ഹോർമോൺ. ഇത്രയും പഠിച്ചു വെച്ചാൽ മതി, കൂടുതലൊന്നും വലിച്ചു വാരി പഠിക്കണ്ട, പോയിന്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. അടുത്ത് നമുക്ക് കിഡ്നിയിലേക്ക് പോയാലോ. നമ്മുടെ പയർമണി പോലിരിക്കുന്ന കിഡ്നി അല്ലേ. സോ ഈ ബീൻ ഷേപ്പിലിരിക്കുന്ന കിഡ്നിയുടെ JG സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അതിന്റെ പേരാണ് എരിത്രോപോയറ്റിൻ. സോ ദ ഹോർമോൺ നെയിം ഈസ് എരിത്രോപോയറ്റിൻ. എരിത്രോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് RBC ആയിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു അല്ലെ. ബന്ധമുണ്ട്. എരിത്രോപോയറ്റിൻ ആക്ച്വലി RBCയുടെ പ്രൊഡക്ഷനെ സഹായിക്കുന്നു, ഫോർമേഷനെ സഹായിക്കുന്നു. അതിനെ വിളിക്കുന്ന പേര് എരിത്രോപോയസിസ് എന്നാണ്. സോ എരിത്രോസൈറ്റ്സ് എന്ന് വെച്ചാൽ ആരാ? RBC അല്ലെ. അപ്പൊ RBCയുടെ പ്രൊഡക്ഷൻ, ജനസിസ് എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് എന്നാണ്. സോ അതിന്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഹോർമോൺ ആണ് എരിത്രോപോയറ്റിൻ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് JG സെൽസ് ആണ്, ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ്. എവിടെ കാണപ്പെടുന്നു? നമ്മുടെ സ്വന്തം കിഡ്നിയിൽ കാണപ്പെടുന്നു. സോ ഇതാണ് ആ ഒരു രണ്ടാമത്തെ നോൺ എൻഡോക്രൈൻ ഗ്ലാൻഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി തീർന്നിട്ടില്ല കേട്ടോ. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇങ്ങനെ ആലോചിച്ചു, അയ്യോ ബാക്കിയുള്ള എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യുന്നു, അപ്പോൾ ഡൈജസ്റ്റ് സിസ്റ്റത്തിന് ഒരു കൊതി കാണത്തില്ലേ ഏതെങ്കിലും പുതിയ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? സോ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 4 പ്രധാനപ്പെട്ട ഹോർമോൺസ് ഉണ്ട്. ഒന്ന് ഗ്യാസ്ട്രിൻ, രണ്ടാമത്തെ സെക്രീറ്റിൻ, മൂന്നാമത്തെ കോളിസിസ്റ്റോകൈനിൻ, ഷോർട്ട്ലി കോൾഡ് CCK, ആൻഡ് ഗ്യാസ്ട്രോ ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്, ഷോർട്ടായിട്ട് GIP. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഗ്യാസ്ട്രിൻ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗ്യാസ്ട്രിൻ ഏതോ ഒരു ഗ്യാസ്ട്രിക് ജ്യൂസുമായിട്ട് ബന്ധം നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ, ഗ്യാസ്ട്രിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അത് തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്താ ഉള്ളത്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെപ്സിനോജൻ എന്ന് പറയുന്ന എൻസൈമും ഒപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡും. ഇതിന്റെയൊക്കെ പ്രിപ്പറേഷൻ, അതിന്റെയൊക്കെ റിലീസ്, സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഗ്യാസ്ട്രിൻ. അപ്പോൾ ഗ്യാസ്ട്രിൻ സഹായിക്കുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസിനകത്തുള്ള 2 പേര് ആരൊക്കെ? ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ തന്നെ പെപ്സിനോജൻ എന്ന് പറയുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇനാക്റ്റീവ് എൻസൈം. ആ എൻസൈമിന് അതാണ് പിന്നീട് പെപ്സിനായിട്ടൊക്കെ മാറുന്നത്. സോ ഈ 2 ആൾക്കാരുടെ റിലീസ് ഓർ സെക്രീഷനെ സഹായിക്കുക എന്നതാണ് ആരുടെ ഫംഗ്ഷൻ? ഗ്യാസ്ട്രിന്റെ ഫംഗ്ഷൻ. അടുത്തത് സെക്രീറ്റിൻ. എന്തോ സെക്രീറ്റ് ചെയ്യാനാണല്ലോ, ആ പേര് തന്നെയുണ്ട് സെക്രീറ്റിൻ. സോ സെക്രീറ്റ് ചെയ്യിപ്പിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ പാങ്ക്രിയാസിനെയാണ് തൊട്ടി തലോടുന്നത്. ഓക്കെ. സോ എക്സോക്രൈൻ പാർട്ടായിട്ടുള്ള നമുക്കറിയാം പാങ്ക്രിയാസ് എക്സോക്രൈനും എൻഡോക്രൈനും ആണ്. അതിൽ എക്സോക്രൈൻ പാർട്ടിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും
മോനെ സാംബശിവ ആരാ? പാങ്ക്രിയാസേ നീ ഏത് സെക്രീറ്റ് ചെയ്യുക? വാട്ടറും ബൈകാർബണേറ്റ്സ് അയോൺസും റിലീസ് ചെയ്യിപ്പിക്കുക. സോ ഇറ്റ് ഹെൽപ്സ് ഫോർ ദി സെക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ്സ് അയോൺ. അതാണ് സെക്രീറ്റിൻ ചെയ്യുന്നത്. അപ്പൊ സെക്രീറ്റിൻ പാങ്ക്രിയാസിനെ കൊണ്ട് വാട്ടറും ബൈകാർബണേറ്റ് അയോൺസും സെക്രീറ്റ് ചെയ്യിപ്പിക്കും. മൂന്നാമത്തതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് CCK അഥവാ കോളിസിസ്റ്റോകൈനിൻ. സോ കോളിസിസ്റ്റോകൈനിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് പാങ്ക്രിയാസിന്റെ അടുത്തും ഗോൾ ബ്ലാഡറിന്റെ അടുത്തുമാണ്. അവിടെ ചെന്നിട്ട് പാങ്ക്രിയാസിന്റെ അടുത്ത് പറയും നിന്റെ ജ്യൂസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്തോളൂ. സോ പാങ്ക്രിയാറ്റിക് എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക, സെക്രീറ്റ് ചെയ്യിപ്പിക്കുക എന്നാണ് അതിന്റെ ഫംഗ്ഷൻ. ഒപ്പം ഗോൾ ബ്ലാഡറിന്റെ അടുത്ത് പറയും നീ കുറെ നേരം കൊണ്ടൊരു സാധനം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്താ അത്? ബൈൽ ജ്യൂസ്, അത് സെക്രീറ്റ് ചെയ്തോളൂ എന്ന് പറയും. ഓക്കെ, സോ പാങ്ക്രിയാസിന്റെ അടുത്ത് നിന്ന് പാങ്ക്രിയാറ്റിക് ജ്യൂസും അല്ലെങ്കിൽ പാങ്ക്രിയാറ്റിക് എൻസൈംസും അതുപോലെ നമ്മുടെ ഗോൾ ബ്ലാഡറിൽ നിന്നും ബൈൽ ജ്യൂസും സെക്രീറ്റ് ചെയ്യിപ്പിക്കുക എന്നതാണ് കോളിസിസ്റ്റോകൈനിൻ അഥവാ CCKയുടെ ഫംഗ്ഷൻസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. CCK ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ലാസ്റ്റ് ഇത് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് GIP. ഇൻഹിബിറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം അവിടെ തടസ്സപ്പെടുത്തുകയാണ് അല്ലെ, GIP. സോ അയാൾ ഇൻഹിബിറ്റ് ചെയ്തത് ഗ്യാസ്ട്രിക് സെക്രീഷൻസിനെയും അതിന്റെ മോട്ടിലിറ്റിയും ചലനത്തെയുമാണ്. അതായത് നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ ഒക്കെ സെക്രീഷൻസിലെ മതി ഫുഡൊക്കെ കഴിഞ്ഞു ഇനി സെക്രീറ്റ് ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അവരുടെ സെക്രീഷൻസിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നതാണ് GIPയുടെ ഫംഗ്ഷൻ. സോ ഈ 4 ഹോർമോൺസ് ആണ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, CCK ആൻഡ് GIP. ഇവരുടെ ആക്ഷൻസ് വളരെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോർമോൺസ്. ഹോർമോൺസിനെ പ്രധാനമായിട്ടും നമ്മൾ 4 ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ ഓഫ് കോഴ്സ് അതിന്റെ കെമിക്കൽ നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ, എന്തുകൊണ്ടാണ് അതിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് പെപ്റ്റൈഡ് ഹോർമോൺസ്, പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ ഹോർമോൺസ്. സോ ഒരു പ്രോട്ടീനേഷ്യസ് ഹോർമോൺസ് നമുക്ക് പറയാം. സോ അത്തരത്തിലുള്ള പ്രോട്ടീൻ ഹോർമോൺസിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മുടെ ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, പിറ്റ്യൂട്ടറി ഹോർമോൺസ്, ഹൈപ്പോതലാമിക് ഹോർമോൺസ്. ഹൈപ്പോതലാമസ് എന്നുള്ള ഹോർമോൺസ് നിങ്ങൾക്ക് അറിയാലോ. സോ ഇതിനെല്ലാം ഈ പറഞ്ഞവരെല്ലാം തന്നെ ഒരു പെപ്റ്റൈഡ് ഹോർമോൺ കാറ്റഗറിയിലാണ് വരുന്നത്. രണ്ടാമത്തെ കാറ്റഗറി സ്റ്റീറോയിഡ്, ഫാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, കൊളസ്ട്രോൾ റിലേറ്റഡ് പോലെയുള്ളത് സ്റ്റീറോയിഡ് ഹോർമോൺസ്. അപ്പൊ സ്റ്റീറോയിഡ് ഹോർമോൺസ് എടുത്ത് ഓർമ്മിച്ച് വെക്കാൻ എളുപ്പം വഴി പറഞ്ഞുതരാം. സെക്സ് ഹോർമോൺസ് എല്ലാം, സെക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആൻഡ്രോജൻ, ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈസ്ട്രോജൻ ഹോർമോൺ, കോർട്ടിസോൾ ഹോർമോൺ. കോർട്ടിസോൾ സെക്സ് റിലേറ്റഡ് അല്ല, ബട്ട് അതൊരു സ്റ്റീറോയിഡ് ഹോർമോൺ ആണ്. അതുപോലെ തന്നെ പ്രൊജസ്റ്ററോൺ ഹോർമോൺ. സോ ഇങ്ങനെ വരുന്നതെല്ലാം സ്റ്റീറോയിഡ് ഹോർമോൺസ് ആണ്. ഓക്കെ, സ്റ്റീറോയിഡ് ഹോർമോൺസ്. മൂന്നാമത് ഐഡോതൈറോണിൻസ്. അയോഡിൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്വന്തം നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കൈ വെക്കും അല്ലേ, നമ്മുടെ സ്വന്തം തൈമസ് ഗ്ലാൻഡ്. സോ ഐഡോതൈറോണിൻസിനകത്ത് വരുന്നത് നമ്മുടെ സ്വന്തം തൈറോയിഡ് ഹോർമോൺസ് ആണ്. ലാസ്റ്റ് ഇത് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്, അതായത് അമിനോ ആസിഡുകളെ കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നും ഉണ്ടായി വന്നത് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. അതിന് എക്സാമ്പിൾ ആണ് എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ ഒക്കെ. സോ അത് നമുക്കറിയാം അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിൻസും നോർ എപ്പിനെഫ്രിനും ഒക്കെ. സോ ക്ലിയർ ആയില്ലേ? സോ ഈ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നും ഓൺവേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. സോ ഇത്രയും പഠിച്ചു വയ്ക്കുമ്പോൾ ആ ലാസ്റ്റ് പോർഷനിലുള്ള വളരെ ഇമ്പോർട്ടന്റ് സെക്ഷൻസ് മണിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. പരീക്ഷയ്ക്ക് ഇത് ഷുവർ ആയിട്ട് ചോദിക്കുന്ന സെക്ഷൻ ആണ്. നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. I am Dr. Manu. Bye for now.